ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു നല്ല വെളുത്തുള്ളി അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ശരി, നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാനിലേക്ക് 1/2 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറിന് ഏറ്റവും ബെസ്റ്റ് നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നല്ലെണ്ണ യൂസ് ചെയ്താൽ പെട്ടെന്ന് അച്ചാർ കേടാവുകയും ഇല്ല, നല്ല ടേസ്റ്റുമായിരിക്കും. ഇനി ഇതിലേക്ക് 6 റെഡ് ചില്ലി, അതായത് വറ്റൽമുളക് 6 എണ്ണം പൊട്ടിച്ചിട്ട് കൊടുക്കണം. ആവശ്യത്തിന് കറി ലീവ്സും ഇട്ട് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് 6 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയാണ്. ചെറുതായി കൊത്തി അരിഞ്ഞിട്ടാണ് ഞാനിവിടെ ഇഞ്ചി ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇഞ്ചി പേസ്റ്റ് ആയാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 6 വലിയ പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ് ഇത്. ഇനി ഈ പച്ചമുളകിന്റെയും ഇഞ്ചിയുടെയും എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ടേസ്റ്റി ആയ ഒരു അച്ചാർ തന്നെയാണ് വെളുത്തുള്ളി അച്ചാർ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ വെളുത്തുള്ളിയാണ്. ഞാനിവിടെ 500 ഗ്രാം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. വെളുത്തുള്ളിയുടെ തൊലി പെട്ടെന്ന് പോവാൻ വേണ്ടി നമുക്ക് കുറച്ചു നേരം വെയിലത്ത് വെച്ചതിന് ശേഷം തൊലി കളഞ്ഞാൽ മതി. അപ്പോൾ പെട്ടെന്ന് തൊലി റിമൂവ് ചെയ്ത് കളയാൻ നമുക്ക് സാധിക്കും. ഇനിയിപ്പോൾ ഈ വെളുത്തുള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി അങ്ങനെ തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് 6 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഈ പൊടികളുടെ എല്ലാം റോസ്മെൽ മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. കാശ്മീരി റെഡ് ചില്ലി പൗഡർ തന്നെ വേണമെന്ന് നിർബന്ധമല്ല, സാധാരണ മുളക് പൊടി ആയാലും മതി. പിന്നെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കാം. ഞാനിവിടെ അത്ര സ്പൈസി ആയിട്ടല്ല ഉണ്ടാക്കുന്നത്, കുട്ടികൾക്ക് കൂടി യൂസ് ചെയ്യാനുള്ളതായതുകൊണ്ട് കുറച്ച് എരിവ് കുറച്ചിട്ടാണ് ഇവിടെ അച്ചാർ റെഡിയാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയാണിത്. ഇതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ അച്ചാറും പൊടി ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ വീട്ടിൽ നിന്ന് അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഉലുവാപ്പൊടിയും കായപ്പൊടിയും ഒക്കെ ചേർത്താൽ തന്നെ നല്ലൊരു ടേസ്റ്റിയായ അച്ചാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങുന്ന അച്ചാർ പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ വിനാഗിരിയും വെളുത്തുള്ളിയും മസാലയും എല്ലാം നല്ലവണ്ണം യോജിച്ച് വരണം. ഇപ്പോൾ ഇത് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇനി തണുത്ത് കഴിയുമ്പോൾ ഇതൊരു തിക്കായ കൺസിസ്റ്റൻസി ആയി മാറും. ഇപ്പോൾ നമ്മുടെ അച്ചാർ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് വാങ്ങി വെക്കാം. അപ്പോൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.